പിന്നെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ എല്ലാവരും അവിടെ നിന്ന് കുറച്ച് റീൽസ് എടുക്കലും കഥ പറച്ചിലൊക്കെ ആയിരുന്നു. നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കിടന്നുറങ്ങാൻ. പിന്നെ രാവിലെ ആയപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എല്ലാവരും റിവ്യൂ ഇനി കേൾക്കാം എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ളത് തന്നെ. പിന്നെ ഇനി എന്താ, ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു വൈൻഡപ്പ് സെഷനിലേക്ക് കിടക്കാണ്. എല്ലാവരും ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. അത് ഇനി എൻ്റെ മക്കളെ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഇത് മാത്രമല്ല വേറെ പലതും തുടങ്ങി അതൊക്കെ നല്ല ഉയർച്ചയിലെത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടുത്തെ നമ്മുടെ ജസ്റ്റ് വാവ് എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു, മൈൻഡ് ഫ്രീ ആയി, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ തോന്നിയില്ല. അടിപൊളിയായിരുന്നു. നല്ലൊരു ക്യാമ്പാണ്, എനിക്ക് വളരെയധികം ഇഷ്ടമായി. നന്നായിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു. ഇനി ഇതുപോലെയുള്ളൊരു ക്യാമ്പ് ചെയ്താൽ എന്തായാലും വരും. അടിപൊളിയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് മിങ്കിൾ ആവുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഇവർ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കൂടെ വന്ന് നിന്ന് എല്ലാവരും ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച്, ഫുഡ് ആണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇവർ കിച്ചണിൽ പോയി നിന്ന് എല്ലാവർക്കും വേണ്ടി ചൂടുവെള്ളം വേണോ സോ അതൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും ഇവർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഇവർ ഇതിനേക്കാളും അടിപൊളിയായി ചെയ്യട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വന്നാക്കുമ്പോ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ കമ്പനി ആവാനും ബ്ലെൻഡ് ആവാനൊക്കെ കുറെ ടൈം എടുക്കും. ഇവള് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ചെയ്യാണ് ഇവര് ബിഗ് ഓൺട്രപ്രനേഴ്സ് ആയിട്ട് ഇവരും ഭാവിയിലാകട്ടെ എന്ന് ഒരിക്കൽ കൂടി. ഇതൊക്കെ നിങ്ങളുടെ നല്ലൊരു തുടക്കം മക്കൾ. ആർക്കും തോന്നാത്ത ഒരു നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു വെക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടെന്നാണ് ഇത് തെളിയിക്കുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇവിടെ എത്തുന്നവരെ എനിക്ക് നാളെ എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം എന്നേനും എന്റെ ചിന്ത. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരുപാട് ഹാപ്പി ആയതുകൊണ്ട് അങ്ങനെയല്ല, ഇനിയും നമുക്ക് ഇതിലേക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടട്ടെ, ഇത് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ബാഗൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഞങ്ങളും കൂടെ പോകാനുള്ള കഴിഞ്ഞതാ ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ പരിപാടി കഴിഞ്ഞിട്ട് വേറെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അപ്പോൾ ഒരു സങ്കടം അതാണ് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ഉമ്മച്ചീനെ ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സിറ്റുവേഷൻ അതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആവാം. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓക്കെ ആണ്. പിന്നെ പ്രോഗ്രാമും ഒക്കെ ആയിരുന്നു. വന്ന എല്ലാവർക്കും പരിപാടി ഇഷ്ടമായി. എല്ലാവരും ഞങ്ങളോട് റിവ്യൂ പറഞ്ഞത് ഇത്ര ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് അടിപൊളിയാക്കി എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം. പിന്നെ അതാ നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, ഇന്നത്തെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് എപ്പോഴൊന്നും അറിയില്ല. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളെ ലാസ്റ്റായിട്ട് ഇറങ്ങുന്നത്. ഇനിയത്തെ അടുത്ത സ്റ്റേക്കേഷനും കാര്യങ്ങളും ഇനിയിപ്പോൾ ഞങ്ങളൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് മൊത്തത്തിൽ നമ്മൾ അടിച്ചു പൊളിക്കുക. മൊത്തത്തിൽ ഞങ്ങൾ അടിപൊളിയാക്കിയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, നമ്മളെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു നമുക്ക് പെട്ടെന്നുണ്ടായിരുന്ന ഒരു എപ്പോഴും ഞങ്ങൾ ചിന്തിക്കലുണ്ട് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളത്. പക്ഷെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സമയത്ത് റാൻഡമായിട്ട് മനസ്സിൽ വന്നിട്ട് ഞാൻ അപ്പം തന്നെ അവർക്ക് മെസ്സേജ് ചെയ്തിട്ട് തീരുമാനിച്ചൊരു കാര്യമാണിത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ നടന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വന്നൊരു ഡിസിഷനാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. ആൻഡ് ഇതൊരു വെറുതെ ഉള്ളൊരു കാര്യം മാത്രമല്ല, ലൈക്ക് നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ അതിനെന്താ പറയാ, അതായത് ഞങ്ങൾ ഇപ്പം എന്താ അതന്നെ ആ ഒരു പ്രതീകം കൂടിയാണ്. ലൈക്ക് നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ ഫ്രണ്ട്സ് തമ്മിൽ ബിസിനസ് തുടങ്ങരുത് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാട്ടോ. യെസ്, പക്ഷെ ഞങ്ങൾ ഇപ്പം തന്നെ നമ്മളുടെ ഇടയിൽ വഴക്കും മടിയും കച്ചറയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടേതായ റീസൺസിലല്ല, പല റീസൺസിൽ. അപ്പം അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ഒരു എത്ര വർഷമായിട്ടുണ്ടാവും? 18 വർഷം എന്തായാലും ആയിട്ടുണ്ട്. ആ 18 വർഷത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും വഴക്കും കച്ചറിയും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ട്രോളാറുണ്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ. അതായത് ഇപ്പോഴും ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളെ നാട്ടിലെ ഒരാള് നിങ്ങൾ ഇപ്പൊ ഒരുമിച്ചാ പണ്ടേ അങ്ങനെ പറയുന്ന ആൾക്കാരാണ്.
അത് ഇപ്പോഴും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞങ്ങൾ നല്ലോണം പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമ്മൾ എന്താകുള്ളൂ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ഇനി വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ. ബൈ.